സാറേ, ഒരു വശത്ത് അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കുന്ന ട്രംപ്, മറുവശത്ത് വലിയ തോതിൽ വ്യവസായികളെ അമേരിക്കയിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുകയാണ്. സത്യത്തിൽ ഒരു പുതിയ അമേരിക്ക സൃഷ്ടിക്കാനാണോ അദ്ദേഹത്തിൻ്റെ ശ്രമം? സൃഷ്ടിക്കുന്ന വാക്ക് തന്നെ ആയിരിക്കും പ്രശാന്ത് ഒരുപക്ഷെ ഇവിടെ പ്രസക്തം. ഹീസ് എ ബിൽഡർ. ദിസ് റൗണ്ട് ഹീസ് എ ബിൽഡർ ഓഫ് എ നേഷൻ, എ ന്യൂ നേഷൻ കോൾഡ് നിയോ അമേരിക്ക. ഒരു പുതിയ അമേരിക്കയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെ ഒരു പുതിയ സങ്കല്പമാണ്. കാരണം യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറി അവിടെ എത്തി, പ്രത്യേകിച്ചും ബ്രിട്ടനിൽ നിന്നും അയർലൻഡിൽ നിന്നുമൊക്കെ ആദ്യകാലത്ത് കുടിയേറി എത്തി പല സംസ്ഥാനങ്ങളായി പല രാജ്യങ്ങളായി അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സുകളായി നിന്നത് ഒരുമിച്ച് കൂടി ഒരു പുതിയ ഒരു സ്വപ്ന സാക്ഷാത്കാരം. അതിന് ഒരുപാട് വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു, നൂറ്റാണ്ടുകൾ കടന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ നിറം മാറി, ടെക്സ്ചർ മാറി, ചിന്താഗതികൾ മാറിയിരിക്കുന്നു. അമേരിക്ക ഒരു വളരെ വലിയ ഒരു മെൽറ്റിംഗ് പോട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിവിധ മതങ്ങൾ, വിവിധ വർണ്ണങ്ങൾ, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ, അമേരിക്കക്കാർ തന്നെ കൊണ്ടുവന്നവർ എല്ലാം ചേർന്ന് അതൊരു വലിയ ഇത്. അങ്ങനെ വന്നപ്പോൾ ദ ക്വാളിറ്റി ഓഫ് ആവറേജ് അമേരിക്കൻ കംസ് ഡൗൺ എന്ന ഒരു ചിന്ത ഇവിടെ വ്യാപകമാണ്. അവിടെ നിന്നും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ശരാശരി അമേരിക്കയുടെ ക്വാളിറ്റി ബഹുഘാതം മുകളിലെത്തിക്കുക എന്ന ചരിത്രപരമായ ദൗത്യം സ്വയം ചുമലിലേറ്റ് നീങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയെങ്കിൽ ഇതുവരെ എത്തിയത് ആരാണ്? ആദ്യം എത്തിയ ഭാഗ്യാന്വേഷികൾ, പിന്നീട് എത്തിയ അടിമകളെ പോലെ കൊണ്ടുവന്ന ആളുകൾ, പിന്നീട് ഭാഗ്യം തേടി ജോലി തേടി ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഉൾപ്പെടെ എത്തിയ ആളുകൾ, ഇവരെല്ലാം ചേർന്ന് സൃഷ്ടിച്ച ഒരു അമേരിക്ക. ഇപ്പോൾ ഇതര സ്ഥലങ്ങളിൽ, ഇതര ലോകരാജ്യങ്ങളിൽ വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച, സാമ്പത്തിക നേട്ടം കൈവരിച്ച ആളുകളെ കൊണ്ടുവരിക. അതാണ് $5 million മുടക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗോൾഡ് കാർഡ്. അപ്പോൾ ഗോൾഡൻ വീസ എന്ന രീതിയിൽ ഗോൾഡ് കാർഡ് എന്ന് പറയാം. അത് ഓഫർ ചെയ്യുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു പുതിയ ആശയമാണ്. മുൻപ് ഉണ്ടായിരുന്നു H-1B വിസ ഉണ്ടായിരുന്നു. അത് തൊഴിൽ തേടി ടെക്നോക്രാറ്റുകൾ, IIT പ്രോഡക്റ്റുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജ്, പല ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് മറ്റ് രാജ്യത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് പഠിച്ച് വളർന്നവർ ഭാഗ്യം തേടി മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവർക്ക് നൽകുന്ന വിസ. അതുപോലെ ഗ്രീൻ കാർഡ്, അതിനുശേഷം പിന്നെ ഗ്രീൻ കാർഡിലേക്ക് നീങ്ങുന്നു ഒക്കെയുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലളിതമായ ഒരു മാർഗത്തിൽ നേരിട്ട് ആത്യന്തികമായി അമേരിക്കൻ പൗരത്വം ആഗ്രഹിക്കുന്നവർ കടന്നു വരൂ. അപ്പം $5 ലക്ഷം എന്ന് പറയുമ്പോൾ അതൊരു മാനേജബിൾ ആണ് ഫോർ എ മില്യനെയർ. 5 മില്യൺ, 5 ലക്ഷമല്ല, 50 ലക്ഷമാണ്. അത് ഒരു മാനേജബിൾ എമൗണ്ട് ആണ്. ഫിൽത്തി റിച്ച് കാറ്റഗറി, ലോകത്തെല്ലായിടത്തും ഒരു ഫിൽത്തി റിച്ച് കാറ്റഗറി ഉണ്ട്. ദേ ഹാവ് മണി, they are looking for places to invest. അവരുടെ കയ്യിൽ പൂത്ത പണമുണ്ട്. ആ പണം നിക്ഷേപിക്കാൻ ഇടം തേടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയൊക്കെ വിളിക്കുകയാണ്, കടന്നു വരൂ, മേക്ക് ഇൻ ഇന്ത്യ, ഇവിടെ വരൂ, നിക്ഷേപിക്കൂ. അമേരിക്ക പറയുന്നത് എന്താണ്? വേണ്ട, നിങ്ങളുടെ പണവുമായി നിങ്ങൾ ഇങ്ങനെ പോന്നോളൂ, നിങ്ങൾക്ക് പൗരത്വം തരാം, ഗോൾഡ് കാർഡും ആത്യന്തികമായി ഗ്രീൻ കാർഡും പൗരത്വം തരാം, ഇങ്ങനെ വരൂ, നിങ്ങളാണ് നിക്ഷേപകർ. അപ്പം മുൻപുണ്ടായിരുന്ന ഒരു നിക്ഷേപ ഇൻവെസ്റ്റ്മെൻറ്റ് വിസ ഉണ്ട്, പല പേരുകളിൽ അറിയപ്പെടുന്ന വിസകൾ. ആ വിസയ്ക്കെല്ലാം പകരമായി, അത് ഇതിനേക്കാൾ വലിയൊരു തുകയാണ് കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരമായി കുറച്ചുകൂടി മാനേജബിൾ ഒരു എമൗണ്ട് മുടക്കിക്കൊണ്ട് വലിയ രീതിയിൽ ആളുകളെ, 1 കോടി ആളുകളെങ്കിലും, 10 million people will reach അമേരിക്ക എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ബൈഡൻ ഭരണകാലത്ത് 4 വർഷത്തിനുള്ളിൽ 1 കോടിയോളം പേർ അമേരിക്കയിലെത്തി എന്നാണ് കണക്ക്. അത് വന്നത് മുഴുവൻ മെക്സിക്കോയിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നവരും ജോലി തേടി വന്നവരും പഠിക്കാൻ വന്ന് അവിടെ താമസം ഉറപ്പിച്ചവരുമായി 1 കോടിയോളം പേരുണ്ട്. അമേരിക്കയുടെ ജനസംഖ്യ 22-26 കോടിയിൽ 1 കോടി ഒരു വർഷം കൊണ്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഒരു 4 വർഷം കൊണ്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ നമ്പേഴ്സാണ്. അതിനേക്കാൾ ട്രംപ് പറയുന്ന ക്വാളിറ്റി, വിതിൻ കോട്ട്സ് ക്വാളിറ്റി, പണമുള്ളത് കൊണ്ട് മാത്രം ക്വാളിറ്റി ഉണ്ടാകണം എന്നില്ല. പക്ഷേ ട്രംപ് പറയുന്നു, ആ പണവുമായി എത്തുമ്പോൾ ആ പണം ഇവിടെ നിക്ഷേപിക്കപ്പെടും. ആ പണത്തിന്, അത് മാത്രമല്ല ഇവിടുത്തെ മാർക്കറ്റ് വളരും. അവർ സമ്പന്നരാണ്, അവർക്ക് സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങാനാവും, അവർക്ക് ബുദ്ധിമുട്ടില്ല.
സോഷ്യൽ സെക്യൂരിറ്റി അവർക്ക് നേരെ വലിയ തോതിൽ നീട്ടേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അവർ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല. ഇപ്പോഴുള്ള ബാധ്യത വരുത്തുന്ന ആളുകളെ, മെക്സിക്കൻ കുടിയേറ്റക്കാർ, അതുപോലെ ഇന്ത്യയിൽ നിന്നും കടന്നു വന്നവർ, അനധികൃതർ, ഇവരെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി എവിക്റ്റ് ചെയ്ത്, ഡിപ്പോർട്ട് ചെയ്ത്, സ്ഥലം കാലിയാക്കിയതിന് ശേഷം ആ ഇടങ്ങളിലേക്ക് ആവതുള്ളവരെ വിന്യസിക്കുക. അങ്ങനെ അമേരിക്കയുടെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറ്റിമറിക്കുക. അങ്ങനെയും ഒരു വഴിയുണ്ട് ഗ്രേറ്റ് ആക്കാൻ. അമേരിക്ക ഗ്രേറ്റ് ആക്കാൻ എത്രയോ വഴികളാണുള്ളത്. ഇതൊന്നും എന്തേ ദാസ നമുക്ക് മുന്നേ തോന്നിയില്ല എന്ന് ഒരു സിനിമ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. ഇതൊക്കെ ആരും ചിന്തിച്ചില്ലല്ലോ. ട്രംപ് ചിന്തിച്ചു. പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഇതൊരു വലിയ ഡ്രീമായി, ട്രംപിൻ്റെ പല ഡ്രീംസ് പോലെ ഇതും മറ്റൊരു സ്വപ്നമായി അവശേഷിക്കും. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കിട്ടുന്ന ഈ 5 വർഷം കൊണ്ട് ട്രംപ് 4 വർഷം 4 വർഷം കൊണ്ട് ഈ ട്രംപ് ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അദ്ദേഹത്തിന് വേണ്ടത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പലരും പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. എത്ര പ്രസിഡന്റുമാരുടെ പേര് ഓർത്തിരിക്കും? അതെ, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പേരായിരിക്കും ഡൊണാൾഡ് ട്രംപിൻ്റേത് എന്ന് നിസ്സംശയം പറയാം. ഇതിനോടകം തന്നെ പറയാം. അദ്ദേഹത്തിന് ആദ്യ ഊഴം ലഭിച്ചു. അദ്ദേഹത്തിന് കൈവിലങ്ങുകളായിരുന്നു ഫലം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കോൺഗ്രസിൽ വേണ്ട ഭൂരിപക്ഷം ഇല്ലായിരുന്നതുകൊണ്ട് പല പ്രസിഡൻഷ്യൽ നിയമനങ്ങൾക്കും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകാനായില്ല. അദ്ദേഹം ആഗ്രഹിച്ച പലതും കൊണ്ടുവരാനായില്ല. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല അവസ്ഥ. എല്ലാ സാഹചര്യങ്ങളും ട്രംപിന് അനുകൂലമായി ആഭ്യന്തരമായി സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പീലി വിരിച്ചാടാൻ കഴിയില്ല? ആടിക്കോളൂ എന്നാണ് ജനം പറഞ്ഞത്. എന്നാൽ ആടി തിമിർക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന് തീരുമാനം. സർ, അത് ഈ പറയുന്നത് പോലെ ട്രംപിൻ്റെ ഈ നിലപാട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ, മറ്റ് യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളെ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക? അവർക്ക് എന്തെങ്കിലും വെല്ലുവിളി ഈ കാര്യത്തിൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് നിക്ഷേപത്തിൻ്റെ കാര്യം അങ്ങിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരനായ ഒരു വലിയ പണക്കാരൻ വ്യവസായി ഇന്ത്യയിൽ നിക്ഷേപിക്കണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കൂ. അതെ, ഇന്ത്യയിൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവൂ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവൂ, അല്ലേ, ഇന്ത്യക്ക് നേട്ടമുണ്ടാകൂ, നമ്മുടെ GDP വർധനയുണ്ടാവൂ. അമേരിക്കയിലേക്ക് ആ പണം പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ബ്രെയിൻ ഡ്രെയിനിന് പുറമെ ഒരു ഫിനാൻഷ്യൽ ഡ്രെയിൻ കൂടി ഉണ്ടാവുകയാണ്. ഇപ്പോൾ തന്നെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രെയിൻസ്, നമ്മൾ നികുതിദായകൻ്റെ പണം കൊടുത്ത് സൃഷ്ടിക്കുന്ന IT പ്രോഡക്ട്സ് ഏറ്റവും മിടുക്കരായ ആളുകളാണ്. അവരുടെ നല്ലൊരു പങ്ക് അവസാനം ചെന്ന് ചേരുന്നത് പശ്ചിമ യൂറോപ്യൻ, അമേരിക്കൻ, കനേഡിയൻ, ഓസ്ട്രേലിയൻ സിസ്റ്റംസിലാണ്. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അത് സാരമില്ല എന്ന് പറയാം. നമുക്കവരെ പ്രോപ്പറായി അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ ഇല്ല. അതുണ്ടാവും എന്ന പ്രതീക്ഷയില്ല നമ്മൾ. പക്ഷേ മറ്റേതങ്ങനല്ല. ഓൾറെഡി ഇവിടെ സക്സസ്ഫുള്ളായ ഒരാൾക്ക് മാത്രമേ $5 മില്യൺ ഉണ്ടാവും. അത്രയും മുടക്കി ഒരു കാർഡ് എടുത്ത് അമേരിക്കയിൽ പോയി പൗരത്വം എടുക്കുമ്പോൾ എത്രത്തോളം നഷ്ടങ്ങളാണ് ഓരോ രാജ്യത്തും, ഇന്ത്യക്ക് മാത്രമല്ല പല രാജ്യത്തും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു മിഡിൽ ക്ലാസ് ഉണ്ട് ഇവിടെ. അതൊരു ഉപഭോഗ, ലോകത്തെ ഏറ്റവും പർച്ചേസിങ് പവർ ഉള്ളൊരു മിഡിൽ ക്ലാസ് ആണ് എണ്ണം കൊണ്ട്. ഇന്ത്യൻ ചൈനയും മിഡിൽ ക്ലാസ് ഉണ്ട്, എണ്ണം കൊണ്ട് വലിയ മിഡിൽ ക്ലാസ് ആണ്. അമേരിക്കയെക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പെടുന്ന ഒരു പറ്റുന്ന ഒരു രാജ്യമാണ്. 142 കോടി ജനങ്ങൾ. അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മിഡിൽ ക്ലാസ് ആകുമ്പോൾ അത് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ മാർക്കറ്റിലൊക്കെ ചെലവഴിക്കപ്പെടേണ്ട വളരെ വലിയ തുകയാണ് അന്യരാജ്യത്തേക്ക് ഒഴുകുന്നതെങ്കിൽ ഇന്ത്യക്ക് ഉൾപ്പെടെ അത് ഭീഷണി തന്നെയാണ്. എന്തായാലും ഈ ട്രംപിൻ്റെ നയം മാറ്റം, ഈ പുതിയ 2ാം വരവിൽ ട്രംപ് കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ അമേരിക്കയിൽ വലിയ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷേ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതെന്തൊക്കെ ഡാമേജാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ. എങ്കിലേ അത് അവരുടെ എക്കോണമിയെ, അവരുടെ ഈ പറയുന്നത് പോലെ ഡെമോഗ്രഫിയെ ഒക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വരും കാലങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. ട്രംപിൻ്റെ സ്വപ്നം വിജയിക്കുകയാണെങ്കിൽ, മറിച്ച് അതൊരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളിയൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ട്രംപ് ഇനിയും എന്തായാലും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.